ആപ് കൈസേ ഹോ എന്ന് പറയുന്ന ധ്യാൻ ശ്രീനിവാസന്റെ പുതിയ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ ഒരു പ്രസ് മീറ്റിൽ ഒരു അവതാരകൻ കുറച്ച് ചോദ്യം ചോദിക്കുന്ന സമയത്ത് ധ്യാൻ ശ്രീനിവാസന് കുറച്ച് ദേഷ്യത്തിൽ സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഫേസ്ബുക്കിലൊക്കെ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. നോർമലി സിനിമയുടെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് ആ സിനിമയുടെ അണിയറ പ്രവർത്തകരും പ്രൊഡ്യൂസേഴ്സും അങ്ങനെയുള്ള എല്ലാവരും നിലനിൽക്കുന്ന ഒരു സ്റ്റേജാണ്. ആ ഒരു സ്റ്റേജിൽ ഒരുപാട് മാധ്യമങ്ങൾ വന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. നമ്മളെല്ലാവരും പല വീഡിയോകളും വഴി കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ അതിൽ ഒരാൾ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അത് നിരന്തരം അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്താണ് ധ്യാൻ ശ്രീനിവാസന് ദേഷ്യം വരുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു ഫസ്റ്റ് ആ ഒരു അവതാരകൻ ചോദിച്ച ആ ചോദ്യം നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. ഒരു വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ള വാർത്തകളാണ് ഞങ്ങൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉടനെ സമരം വരും അങ്ങനെയൊക്കെ. അപ്പൊ അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് കുത്തൊഴുക്ക് പോലെ ധ്യാൻ ചേട്ടന്റെ പടങ്ങൾ വരുന്നത്. അല്ലല്ല ചോദ്യങ്ങൾ. അതെ അതെ. അപ്പൊ ഞാൻ പറയുന്നത് ധ്യാൻ ചേട്ടന്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു റീല് കണ്ടായിരുന്നു. അതില് ധ്യാൻ ചേട്ടൻ തന്നെ ധ്യാൻ ചേട്ടനെ പടക്കം സ്റ്റാർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അല്ല, ആ റീലിന്റെ കൺസെപ്റ്റ് ഏതാണ്? ഒരു പടക്കം തോളിലിട്ടുകൊണ്ട് വരുന്നത്, മനസ്സിലാകുന്നത്. അപ്പൊ ഒരു പടത്തിനെ ശരിക്കും ഡീമോട്ടിവേറ്റ് ചെയ്യല്ലേ ചെയ്യുന്നത്. ഞങ്ങൾ എത്ര പ്രൊമോട്ട് ചെയ്യാലോ ഒക്കെ കയറും. നിങ്ങളോ? ഞങ്ങള് മീഡിയ ടീം. നിങ്ങൾ കാരണം എത്ര പടം ഓടി. അല്ല ചേട്ടാ 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 അല്ലല്ല ധ്യാൻ ചേട്ടാ പരിപാടി ഞാൻ ഈ പരിപാടി കുറച്ചു നേരം ഇതുവരെ കാണുന്നതാണ്. ചേട്ടനിപ്പോ നിങ്ങൾ കാരണം എന്റെ ഓടിയ ഒരു പടം പറഞ്ഞാലും എനിക്ക് പറഞ്ഞോ, എന്റെ കൊള്ളാവത്ത ഒരു പടം നിങ്ങൾ കാരണം നീ കാരണം ഓടിച്ചു. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് ധ്യാൻ ശ്രീനിവാസനോട് ആ ഒരു അവതാരകൻ ചോദിക്കുന്നത്. ആ ഒരു അവതാരകൻ ചോദിച്ചു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മലയാള സിനിമ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. എങ്കിലും ഒരുപാട് സിനിമകൾ, ഇഷ്ടംപോലെ ധ്യാൻ ശ്രീനിവാസന്റെ സിനിമകൾ വരുന്നുണ്ട്, അതൊക്കെ പൊട്ടിപ്പോകുന്നുണ്ട് എന്നുള്ള തരത്തിലൊക്കെ ആ ഒരു അവതാരകൻ പറയുന്നുണ്ട്. അത് മാത്രമല്ല, എൻ്റെ സിനിമകൾ മുഴുവനും പൊട്ടുന്ന പടമാണ്, അല്ലെങ്കിൽ എൻ്റെ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ പൊട്ടുമെന്ന് ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞു എന്നുള്ള തരത്തിൽ ആ ഒരു അവതാരകൻ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യന് ഞാനോ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ഹാസ്യപരമായിട്ടുള്ള രീതിയിൽ ധ്യാൻ ശ്രീനിവാസന്റെ ആ ഒരു ടിപ്പിക്കൽ രീതിയിലുള്ള ആ ഒരു മറുപടി നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ മീഡിയാസ് ആണ് സിനിമകളൊക്കെ വിജയിപ്പിക്കുന്നു എന്നുള്ള തരത്തിലൊക്കെ ക്വസ്റ്റ്യൻസ് പറയുന്നുണ്ട്. അതിനൊക്കെ ധ്യാൻ ശ്രീനിവാസൻ വളരെ ഹാസ്യമായിട്ടുള്ള രീതിയിൽ തന്നെ മറുപടി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ പ്രൊമോട്ട് ചെയ്തിട്ട് വിജയിപ്പിച്ചിട്ടുള്ള ഏത് സിനിമയാണ് ഉള്ളതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് ഒരു പരിധി വരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് എന്തായാലും ഒരു സിനിമയുടെ വിജയത്തിൽ ഉണ്ടാവും എന്നുള്ള തരത്തിൽ സംശയമില്ല. കാരണം നമ്മൾ ന്യൂസ് വഴിയൊക്കെ പലരും റിവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടൊക്കെ സിനിമ കാണാൻ പോകുന്ന ആൾക്കാർ ഉണ്ട്. അതില്ലാന്ന് ഒരിക്കലും പറയാനായിട്ട് പറ്റത്തില്ല. എന്ത് തന്നെയായാലും ഒരു സിനിമയുടെ പൂർണ്ണ ഉത്തരവാദിത്വം ഒരു മീഡിയാസും ഏറ്റെടുക്കാനായിട്ട് പറ്റത്തില്ല. കാരണം മീഡിയാസ് ഒക്കെ ഇത്രയും പോപ്പുലർ ആവുന്നതിന് മുന്നൊക്കെ നമ്മൾ നാട്ടിൽ സിനിമയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, വിജയിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും മീഡിയാസ് മാത്രമാണ് സിനിമ വിജയിപ്പിക്കുന്നു എന്നുള്ളത് പറയാനായിട്ട് പറ്റത്തില്ല. അതുപോലെ തന്നെ ഒരു റീൽസിൽ ധ്യാൻ ശ്രീനിവാസന്റെ അടുത്ത പടം പൊട്ടും എന്നുള്ള തരത്തിൽ പറഞ്ഞു എന്ന് ഈ ഒരു അവതാരകൻ പറയുന്നുണ്ട്. ആ ഒരു റീൽസ് നമുക്ക് കണ്ടിട്ട് വരാം. ഈ വർഷത്തെ ഉത്സവത്തിന് വടക്കേക്കരക്കാരുടെ വെടിക്കെട്ടുകാരൻ ആരെന്നറിയാമോ? മത്താപ്പു മധു. എടാ, തെക്കേക്കരക്കാർ കൊണ്ടുവന്നിരിക്കുന്ന ആൾ ആരാണെന്ന് അറിഞ്ഞാലേ നീയൊക്കെ ഇവിടെ നോടും. ഇപ്പം നോക്കടാ. നമ്മുടെ ഈ വർഷത്തെ ഗുണ്ടുകളെ പറ്റി പറഞ്ഞു കൊടുക്കും അതുകൊണ്ടാ. ഞങ്ങളുടെ ഈ വർഷത്തെ പുതിയ ഗുണ്ടാണ് പുഷ്പ ഗുണ്ട്. അതിങ്ങനെ ചരിങ്ങി 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 മേളോട്ടങ്ങ് പോകും. ഇതെപ്പോൾ താഴോട്ട് വരും? താഴത്തില്ലടാ, ഇത് പുഷ്പ ഗുണ്ട. നമ്മുടെ കയ്യിലുള്ള വെറൈറ്റി ഗുണ്ടുകൾ ഏതൊക്കെയാന്ന് പറഞ്ഞു കൊടുക്കേട്ടാ. ഇപ്പം പൊട്ടിത്തീർന്നില്ലേ, അത് പാൻ ഇന്ത്യൻ ഗുഡ്, ഗെയിം ചേഞ്ചർ. എൻ്റെ കയ്യിലുള്ള നാടൻ ഗുഡുകളുടെ ചേരണം കേട്ടാ അമ്മായി ഞെട്ടും. അമ്മായി അവർക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു മീശിച്ചൊരു കട്ടിക്ക് വെക്കാൻ. പറയട്ടെ, റീൽസ് ആയതുകൊണ്ട് സമയക്കുറവ് കാരണം ഞാൻ ബാക്കി കുറേ എണ്ണം വിട്ടു. ബാക്കിയും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൂരപ്പറമ്പ് തിയേറ്ററാവും. അതും എല്ലാം പൊട്ടില്ല. ഇതെന്താ പൊട്ടാത്തെ? ഇതങ്ങനെ പൊട്ടുന്ന് വിചാരിക്കും, പക്ഷെ പൊട്ടൂല. ഇത് ആപ് കൈസേ ഹോ ഗുണ്ട്. അത് ഗുണ്ടല്ല, ഇത് പറയുമ്പോൾ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ഫെബ്രുവരി 28 തിയേറ്ററിൽ വിചാരിക്കും പൊട്ടുമെന്ന് വിചാരിക്കും, പൊട്ടില്ല. അതൊന്നും കാണണമല്ലോ. ഈ ഒരു റീല് കണ്ടവർക്ക് എല്ലാവർക്കും മനസ്സിലാവും ഈ ഒരു സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് ധ്യാൻ ശ്രീനിവാസൻ ഇങ്ങനെ ഒരു റീൽ ചെയ്തിട്ടുള്ളത്. ഒരു പടക്കൊക്കെ തോളിലിട്ടിട്ട് വന്നിട്ടാണ് ഈ ഒരു റീൽ അഭിനയിക്കുന്നത്. അതിനകത്ത് ആപ് കൈസേ ഹോ എന്ന് പറയുന്ന സിനിമ പൊട്ടുമെന്ന് തോന്നുമായിരിക്കാം, പക്ഷെ പൊട്ടത്തില്ല എന്നുള്ള തരത്തിലാണ് ഈ ഒരു റീൽ വൈൻഡപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അവതാരകൻ ക്ലിയർ ആയിട്ട് ഈ ഒരു റീൽ കണ്ടിട്ടുണ്ടാവില്ല. അത് എന്നിട്ടായിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടാവുക. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യൻ ആ ഒരു സെയിം അവതാരകൻ തന്നെ ചോദിക്കുന്നുണ്ട് ധ്യാൻ ശ്രീനിവാസനോട്, ധ്യാൻ ചേട്ടനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ പടം
ഒരുപാട് പൊട്ടുന്നുണ്ട്, എന്നിട്ടും വീണ്ടും വീണ്ടും എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും പടം കിട്ടുന്നത്? അതുപോലെ തന്നെ പിഷാരടി ചേട്ടൻ തൊട്ടടുത്ത് തന്നെ ഇരിപ്പുണ്ട്, അദ്ദേഹത്തിന് പടമൊന്നും കിട്ടുന്നില്ല, സൈഡ് റോഡിലോട്ട് മാറ്റുന്നുണ്ട്, എന്തുകൊണ്ടാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനും വളരെ ഹാസ്യകരമായിട്ടുള്ള രീതിയിൽ തന്നെ മറുപടി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ധ്യാൻ ശ്രീനിവാസൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഇത്രയും പടങ്ങൾ പൊട്ടിയിട്ടും വീണ്ടും വീണ്ടും പ്രൊഡ്യൂസേഴ്സ് എന്നെ വെച്ച് പടം എടുക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് ഈ ഒരു അവതാരകൻ പറയുന്ന ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, സിനിമയിൽ പലതരത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുള്ള അതല്ലെങ്കിൽ ചർച്ച ചെയ്യാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. കപ്പൽ മുതലാളി കഴിഞ്ഞു, എത്ര നായക വേഷം കിട്ടി രമേഷ് പിഷാരടി ചേട്ടന്, സൈഡ് റോഡിലോട്ട് പോയില്ലേ? പക്ഷെ ചേട്ടന് എത്രയോളം പൊട്ടിയിട്ടും പടം കിട്ടുന്നുണ്ട്. നിനക്ക് ഇതിന്റെ പെറിഫറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ. ഒരു പ്രൊഡ്യൂസറും ഒരു ഡയറക്ടറും ഒരിക്കലും എന്നെ വെച്ചിട്ട് എത്ര പടം പൊട്ടി, എന്നെ വെച്ചിട്ട് എന്തിനാ വീണ്ടും വീണ്ടും പടം എടുക്കുന്നത്? വേറെ ടോക്കാണ് പോണത്, പറയാൻ പറ്റില്ല. പറ, ഇത്രയും നീ പറഞ്ഞില്ല, അതും കൂടെ പറ. ഒരു പ്രൊഡ്യൂസർ ഇരിക്കുന്നു, പറയാൻ പറ്റില്ല. അല്ല പറ, നീ പറഞ്ഞോ. അതായത് ചേട്ടന്റെ കമന്റ്സിൽ വരുന്നത് കള്ളപ്പണം വെളുപ്പിക്കൽ സ്റ്റാർ എന്നൊക്കെയാണ്. ആയിക്കോട്ടെ, അതുകൊണ്ട് അവർക്ക് ഗുണമുണ്ടാകുന്നുണ്ട്, ഞാനല്ല വെളുപ്പിക്കുന്നത്. എനിക്ക് അക്കൗണ്ടിലാണ് ഇതൊന്നും എന്താണ്, അതുകൊണ്ട് എനിക്കെന്താണ് ഗുണം? ആ രീതിയിൽ അവർക്ക് ഗുണം ഉണ്ടാകുന്നുണ്ടോ? അപ്പൊ എന്റെ പടം ഏതോ നഷ്ടമായിട്ടില്ലേ, എല്ലാരും വിളിപ്പിച്ചില്ലേ? അവതാരകന്റെ ഈ ഒരു ക്വസ്റ്റ്യൻ മുതലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവതാരകനെ ഈ ഒരു ടീം മൊത്തം നോട്ടായിട്ടെന്ന് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പലപ്പോഴും പല ആൾക്കാരും ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു അവതാരകൻ ചോദിച്ചു എന്നെങ്കിൽ പോലും ഈ ഒരു സിറ്റുവേഷനിൽ ധ്യാൻ ശ്രീനിവാസനെ വെച്ച് ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കേണ്ട എന്നായിരുന്നു എൻ്റെ ഒരു അഭിപ്രായം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ധ്യാൻ ശ്രീനിവാസൻ കള്ളപ്പണം വെളുപ്പിക്കുന്ന സ്റ്റാറാണ് എന്നാണ് പലരും പറയുന്നത്, അല്ലെങ്കിൽ പലരും വീഡിയോയിലൊക്കെ കമന്റ് ചെയ്യുന്നത് എന്നുള്ള തരത്തിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ ധ്യാൻ ശ്രീനിവാസൻ കുറച്ച് ഒന്ന് എന്താ പറയുക, ദേഷ്യം വന്നെങ്കിൽ പോലും അത് കാണിക്കാത്ത തരത്തിൽ ഒരു സൗമ്യമായിട്ടുള്ള രീതിയിൽ തന്നെ അതിന് ആൻസർ കൊടുത്ത് വിടുകയുണ്ടായി. അതിനുശേഷം പിഷാരടിയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആൻസർ പറയുന്നത്. ഒരു സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അതിന്റെ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രൊഡ്യൂസറെ അടുത്തിരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ജനങ്ങൾ മുഴുവനും കാണുന്ന ഒരു അല്ലെങ്കിൽ ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് കാണുന്ന ഒരു പരിപാടിയിൽ വന്നിട്ട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ധ്യാൻ ശ്രീനിവാസന്റെ ഇമേജിനെ നെഗറ്റീവായിട്ട് തന്നെ അത് ഇമ്പാക്ട് ചെയ്യും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നിങ്ങളുടെ പടങ്ങൾ മുഴുവനും പൊട്ടുകയാണെന്നുള്ള തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും പ്രൊഡ്യൂസേഴ്സ് അടുത്ത പടത്തിൽ പൊട്ടാനായിട്ട് ആഗ്രഹിക്കില്ല, അവർ നല്ലൊരു വിജയമാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ ധ്യാൻ ശ്രീനിവാസനെ വെച്ചിട്ട് പുതിയൊരു പടം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ചില ആൾക്കാരെങ്കിലും പൊട്ടുന്ന പടം ചെയ്യുന്ന ആൾക്കാരെ വെച്ച് എന്തിനാണ് പടം ചെയ്യുന്നത് എന്നുള്ള തരത്തിൽ ചിന്തിക്കും. അതുകൊണ്ട് തന്നെ ഒരിക്കലും എന്താ പറയുക, ധ്യാൻ ശ്രീനിവാസൻ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് വളരെ ഹാസ്യകരമായിട്ടുള്ള രീതിയിൽ മറുപടി പറയുന്നത്. എങ്കിൽ പോലും അദ്ദേഹത്തെ നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യാൻ പറ്റുന്ന കുറേ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു അവതാരകൻ ചോദിക്കുന്നത്. കുറേ സമയം ധ്യാൻ ശ്രീനിവാസൻ എന്താ പറയുക കടിച്ചു പിടിച്ചിരുന്നെങ്കിൽ പോലും ദേഷ്യം വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ആ ഒരു സിറ്റുവേഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. ഒരു മിനിറ്റ്, ഞാൻ എങ്ങനെ ജീവിതത്തിനെ കാണണമെന്ന് നീയാണോ എനിക്ക് പഠിപ്പിച്ചത്? അല്ല, ഞാൻ സിനിമയെ എങ്ങനെയാണ് കാണേണ്ടത്, ഞാൻ ജീവിതത്തെ എങ്ങനെയാണ് കാണുന്നത് നീ എനിക്ക് പഠിപ്പിച്ചത് അല്ലല്ല. സിനിമയെ കുറിച്ച് എന്റെ കാഴ്ചപ്പാടും ഞാൻ എങ്ങനെ സിനിമയെ അപ്രോച്ച് ചെയ്യുന്നുള്ളത് രണ്ടുണ്ട്. നീ എന്തിനാ എനിക്ക് പറഞ്ഞു തരുന്നത്? നീ കണ്ടൂടെ? അല്ലല്ല, അത് നിനക്ക് ഇത്രയും ആൾക്കാർ എനിക്ക് പ്രസ് മീറ്റിൽ നീ ജീവിതത്തിന് വളരെ സീരിയസ് ആയിട്ട് നീ ചെയ്യുന്ന ജോലി സീരിയസ് ആയിട്ടല്ലേ കാണുന്നത്? അതേ സീരിയസ്നെസ്സോടെ ഞാൻ ജോലി ചെയ്യുന്നു. ഇവിടെ ഏറ്റവും അച്ചടക്കത്തോടുകൂടി ജോലി നീ പറഞ്ഞപ്പോ ഞാൻ കേട്ടോ, നിർത്തി കൊച്ചെങ്ങനെ നിർത്ത്. നീ ഒരു വാഗ്വാദത്തിന് വന്നതല്ലോ, അല്ലല്ലോ നീ പറഞ്ഞേ. ആവശ്യമില്ലാത്ത ചൊറിയ ഞാൻ ചോദിച്ച കാര്യം ഞാൻ ചോദിച്ച അത് നിനക്ക് എന്റെ അടുത്ത് ഈ ഒരു പടത്തിന് ഞാൻ പ്രൊമോട്ട് ചെയ്യാൻ നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഇത്രയും ആൾക്കാർ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു മിനിറ്റ് സഹോദരൻ. അപ്പൊ ഞാൻ പറയല്ലേ, നീ അത് കേക്ക്. നീ ഒരു ചോദ്യം ചോദിച്ചില്ലേ, നിങ്ങൾക്ക് കുറച്ചുകൂടെ സീരിയസ് ആയി കണ്ടോ? അത് ഞാൻ മറുപടി പറഞ്ഞിട്ടെ. ഞാൻ എങ്ങനെ ജീവിതത്തിനെ കാണണം, ഞാൻ എങ്ങനെ സിനിമയെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് നീ എനിക്ക് ദയവ് ഇത് പറഞ്ഞു തരുന്നു. നിന്നെ ഒരിക്കലും ഈ ഒരു ക്ലിപ്പിൽ ധ്യാൻ ശ്രീനിവാസൻ കട്ടയ്ക്ക് ദേഷ്യപ്പെടുന്നുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അവതാരകൻ സംസാരിക്കാനായിട്ട് അനുവദിക്കുന്നില്ല. കാരണം പറയുന്നത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ എഴുതിക്കൊണ്ട് വന്നതുപോലെ ചോദിക്കുന്നുണ്ട്, ഉത്തരം പറയാനായിട്ട് ധ്യാനെ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ധ്യാൻ ശ്രീനിവാസൻ ആ ഒരു സമയത്ത് വളരെയധികം ട്രിഗറായിട്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത്. അതൊരിക്കലും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം ചോദ്യങ്ങൾ ചോദിക്കുകയും അതിന് ഉത്തരം പറയാനായിട്ട് അനുവദിക്കാതെ വരുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെ ബാഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. അത് മാത്രമല്ല
സിനിമ എങ്ങനെയാണ് ചെയ്യേണ്ടത്, സിനിമ ഞാൻ എങ്ങനെയാണ് നോക്കി കാണേണ്ടതെന്ന് നീ എനിക്ക് പഠിപ്പിച്ചു തരേണ്ട ആവശ്യമില്ല എന്ന് ധ്യാൻ പറയുന്നുണ്ട്. അത് വ്യക്തിപരമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം മറ്റുള്ള ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടായിരിക്കും സിനിമയെക്കുറിച്ചും അല്ലെങ്കിൽ പല മേഖലയെക്കുറിച്ചും ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടായിരിക്കും. അതൊരിക്കലും നമ്മളെന്താ നീ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തിനെ നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ എന്ത് തന്നെ ആയിക്കോട്ടെ, എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ സുഹൃത്തിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.